വെച്ചോ, പാണക്കാടിന് 10 വരും, ബാങ്കിന്റെ ആവശ്യമില്ല. സാദിഖ് അലി തങ്ങൾ അവസാനമായി പറഞ്ഞത്, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ, നിങ്ങൾ ആലോചിക്കണം, എവിടെ എത്തി ലീഗിന്റെ നേതൃത്വം? ഇത് മതേതരത്വത്തിന്റെ പ്രതീകമാണ്, അല്ലേ? ഇനി എന്താ അടുത്ത? കേരളത്തിൽ ബാങ്ക് കൊടുക്കുന്നവർക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ എന്താ പറയാ, ബാങ്ക് കൊടുക്കുന്നത് എന്തിനാ? ഇവിടെ ഒരുപാട് മുസ്ലിങ്ങൾ എന്തിനാ ബാങ്ക് കൊടുക്കുന്നത്? എനിക്ക് പൊയിങ്ങി തിന്നാന്, നിസ്കരിക്കാൻ സമയമായി എന്ന് അറിയിക്കാൻ. പിന്നെ അല്ലെങ്കിൽ ആർക്കും അറിയില്ല. ആ, അത് വാച്ചും സമയം അറിയിക്കാൻ ഒരു സംവിധാനം ഇല്ലാത്ത കാലത്തിരുന്നു. എന്തിനാ ബാങ്ക്? ആരാണ് താങ്കളോട് എല്ലാം പറഞ്ഞതിന്? മൊബൈൽ ഫോണില് ടൈമിംഗ് സെറ്റ് ചെയ്താൽ 5 നേരം ബാങ്ക് കൊടുക്കും. ആരാ ചങ്ങായി പറഞ്ഞതിന്? ഇതല്ലോ അതിന് മുന്നേ ആള് നിസ്കരിച്ചിട്ടില്ല. ആ പറയും, എന്നും പറയും. കേൾക്കും അധികം വൈകാതെ. ആ, ഒന്നും കേൾക്കും ചെയ്യില്ല. ഒരു പള്ളിയും പൂട്ടില്ല, ഒരു അമ്പലവും പൂട്ടില്ല. എഴുതി വെച്ചോ, ആ, എഴുതി വെക്കുന്നു. ഞാൻ എഴുതി വെക്കുന്നില്ല. പിന്നെ പിന്നെന്താവും? ആ, ജുമാ നമസ്കാരം പാടില്ല, കുത്തുബ പാടില്ല. എന്താ കാര്യം? ആര് പറഞ്ഞതല്ലോ? അവിടെ ജനങ്ങൾ സംഘടിക്കുന്നു, അവിടെ വർഗീയമായ പ്രചരണം നടക്കുന്നു. ആ, ആര് പറഞ്ഞു? ഇവിടെ ഒരു വർഗീയത ഒന്നും നടന്നിട്ടില്ല. ഏടി വർഗീയത നടന്നിട്ടില്ല. ആ, നടന്നത് അപ്പുറം ഇപ്പുറമുള്ള പ്രതികാരമാണ്. ആ, ജുമ എന്തിനാ? മുസ്ലിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം മതപരമായ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ള ഒരു ഓർമ്മ. ആര് പറഞ്ഞ ജുമ എന്തിനാന്ന് ഓർമ്മപ്പെടുത്താൻ? ഈ മദ്രസയും കാര്യമില്ല എന്തിനാണ്? മൊബൈലിൽ പ്രസംഗിച്ചാണ് വിട്ടാ മതി. ഓരോ മഹല്ല് ഗ്രൂപ്പ് ഉണ്ടാക്കുക, വെറുതെ ജുമയ്ക്ക് സമയം കളയണ്ട, നിസ്കരിച്ചാ മതി. വരൂലേ? എന്തോന്നാണ് എഴുതി വെച്ചോ പ്രിയപ്പെട്ട മുസ്ലിം. എഴുതിയൊന്നും വെക്കൂല, എഴുതിയൊന്നും വെക്കാൻ കഴിയില്ല. അങ്ങനെ എന്തെല്ലാം ഈ പറയുന്നത്? ഒരു സിൻസാറിലൊക്കെ പറഞ്ഞ് ഒന്നും എടുക്കാത്ത കൊണ്ട് നമ്മ അവർക്ക് വോട്ട് ചെയ്യണ്ടെന്ന്. എല്ലാ ചെങ്ങായി, ഈ രാജ്യം ഹിന്ദുസ്ഥാനല്ല, ധരംസ്ഥാനാണ്. അപ്പോൾ ഹിന്ദിയും കാര്യങ്ങളും സംസ്കൃതമല്ലേ പഠിക്കുക. അപ്പോൾ പറയാനുള്ളത്, ഇത് അൻവർ സാറാണെന്നും പറഞ്ഞിട്ടാണ് വീഡിയോ വന്നതിന്. പക്ഷേ അൻവർ സാറ് ലീഗിൻ്റെ അപ്പുറം നിൽക്കുന്നുണ്ട്, ഒറ്റക്കും നിന്നിന്, സ്വതന്ത്രനായിട്ട് നിന്നിനെന്നെല്ലാം പറഞ്ഞ് നിന്നിന്. അപ്പോൾ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ ഒരു വർഗീയതയും നടന്നില്ല. ഇവിടെ നടക്കുന്നത് പ്രതികാരങ്ങളാണ്. ഒരു ഹിന്ദുവിൻ്റെ സ്ഥലത്ത് പോയിട്ട് ഓൻ്റെ മേക്കിട്ട് കയറണ്ട, ഒരു മുസൽമാൻ്റെ സ്ഥലത്ത് പോയിട്ട് ഓൻ്റെ മേക്കിട്ടും കയറണ്ട. പിന്നെ അപ്പുറം ഇപ്പുറം കയറിയിട്ട് വർഗീയത ഉണ്ടാക്കിയത്. ഈട നിങ്ങൾക്ക് ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം എടുക്കാം. സാധാരണക്കാരൻ വീട്ടിന് എന്തെങ്കിലും എടുക്കാൻ കഴിഞ്ഞാൽ പള്ളി വരെ നിങ്ങൾക്ക് എടുക്കാം. എന്താത് മരിക്കുമ്പോൾ പറഞ്ഞാന്ന്, മറ്റേ അതിന് വേണ്ടി പറഞ്ഞാന്ന്. അതുകൊണ്ട് ഇങ്ങനൊന്നും പറയല്ല ചങ്ങായി. എലക്ഷനിൽ നിന്നിട്ട് ജയിക്കുക തോക്കുക എന്തൊക്കെയും ചെയ്യും. ബാക്കി ഇന്ത്യൻ സിറ്റിസൺ എടുത്തോളും പണി.